താപനില വർദ്ധിക്കുന്നതുമായി ബന്ധപ്പെട്ട് അധികൃതർ നൽകുന്ന മാർഗനിർദ്ദേശങ്ങൾ, ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഇത് കൃത്യമായി പാലിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. നന്നായി വെള്ളം കുടിക്കണം, പകൽ സമയത്ത് പുറത്തിറങ്ങുമ്പോൾ ശ്രദ്ധിക്കണം, അതിൻ്റെതായ ജാഗ്രത പുലർത്തണം എന്നുള്ള കാര്യമൊക്കെ പ്രേക്ഷകർ ഒരിക്കൽ കൂടി ഓർക്കുക. കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടുള്ള മുന്നറിയിപ്പ് ഏത് തരത്തിലാണ് എന്നുള്ള കാര്യം കൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. അലക്സ് റാം മുഹമ്മദ് അതിൻ്റെ വിവരങ്ങളുമായി ചേരും. പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില സാധാരണയേക്കാൾ 4.4 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം, ആലപ്പുഴ, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ സാധാരണയേക്കാൾ 3.5 ഡിഗ്രി സെൽഷ്യസ് ചൂട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അലക്സ് റാം മുഹമ്മദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. അലക്സ്, കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട്, ഉയർന്ന താപനിലയുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? ഏതൊക്കെ ജില്ലകൾ ഏതൊക്കെ തരത്തിലുള്ള ജാഗ്രത പുലർത്തണം അലക്സ്? റിജിത്ത, സാധാരണ ഒരു ജില്ലയിൽ രേഖപ്പെടുത്തുന്നതിനേക്കാൾ 5 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്ന ചൂട് തുടർച്ചയായ ദിവസങ്ങളിൽ രേഖപ്പെടുത്തുമ്പോഴാണ് ആ ജില്ലയിൽ ഉഷ്ണതരംഗം സ്ഥിരീകരിക്കുന്നത്. പാലക്കാട് ജില്ലയിൽ കഴിഞ്ഞ 4 ദിവസവും ഉഷ്ണതരംഗം സ്ഥിരീകരിച്ചിരുന്നു. 4 ദിവസത്തിന് ശേഷം ഇന്ന് നേരിയൊരു കുറവ് കാണുന്നുണ്ട്. ഇന്ന് സാധാരണ രേഖപ്പെടുത്തുന്നതിനേക്കാൾ 4.4 ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് പാലക്കാട് ഇന്ന് പകൽ രേഖപ്പെടുത്തിയതായാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന വിവരം. തിരുവനന്തപുരം, ആലപ്പുഴ, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ 3 മുതൽ 3.5 ഡിഗ്രി സെൽഷ്യസ് വരെ സാധാരണയിൽ നിന്നും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, പാലക്കാടിനും തൃശ്ശൂരിനും പുറമെ 2 ജില്ലകളിൽ കൂടി ഉഷ്ണതരംഗ മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ആലപ്പുഴയിലും ഒപ്പം കോഴിക്കോടുമാണ്. കോഴിക്കോട് ജില്ലയിൽ ഉയർന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെയും ആലപ്പുഴയിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും വർദ്ധിക്കാനുള്ള സാധ്യതയാണ് പ്രവചിക്കുന്നത്. പാലക്കാട് ഉയർന്ന താപനില 41 മുകളിലേക്കോ പോകാൻ സാധ്യതയുണ്ട്. തൃശ്ശൂരിൽ 40 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില വർദ്ധിക്കാൻ സാധ്യത പ്രവചിക്കുന്നുണ്ട്. ഇതടക്കം, അതായത് ഈ 4 ജില്ലകളടക്കം 12 ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അതിൽ പാലക്കാട് ജില്ലയിൽ ഓറഞ്ച് അലേർട്ടും മറ്റ് 3 ജില്ലകളിൽ, അതായത് ഉഷ്ണതരംഗ മുന്നറിയിപ്പുള്ള മറ്റ് 3 ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് അടുത്ത ദിവസങ്ങളിലും തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. ആലപ്പുഴയെ സംബന്ധിച്ച് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ആലപ്പുഴയിൽ രാത്രി ചൂട് മുന്നറിയിപ്പ് കൂടി നൽകിയിട്ടുണ്ടെന്നുള്ളതാണ്. പകൽ ചൂടിനൊപ്പം തന്നെ രാത്രിയിലും ഉഷ്ണം അസഹനീയമായിരിക്കും ആലപ്പുഴയെ സംബന്ധിച്ചെന്നുള്ളതാണ്. കാരണം പകൽ ആലപ്പുഴയിൽ രേഖപ്പെടുത്തിയ ചൂട് 4.3 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ്. അത്തരത്തിൽ കനത്ത ചൂട് പലയിടത്തും രേഖപ്പെടുത്തുന്നുണ്ട്. കർശനമായ ജാഗ്രത തുടരണം. ഈ അസാധാരണ അതിതീവ്രമായ ചൂട് അടുത്ത ദിവസങ്ങളിലും തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. റിജിത്ത്. ശരി, അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ഒരിക്കൽ കൂടി പ്രേക്ഷകരെ ഓർമ്മപ്പെടുത്തുകയാണ്, താപനില ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ടുള്ള മുന്നറിയിപ്പുകൾ, ജാഗ്രത ഒക്കെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴൊക്കെ ഒരു കുപ്പി വെള്ളമൊക്കെ നമ്മൾ കയ്യിൽ കരുതാൻ ശ്രദ്ധിക്കുക. അത്തരത്തിൽ വേണ്ട ജാഗ്രതാ നടപടികളൊക്കെ നമ്മൾ സ്വയം സ്വീകരിക്കുക എന്നുള്ളതാണ്. വരും ദിവസങ്ങളിലും ചൂട് കൂടും എന്ന് തന്നെയാണ് കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.